ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദനിൽ എത്യോപ്യൻ സന്ദർശനത്തിന് ശേഷം ബുധനാഴ്ച ഒമാനിലെത്തും. ഓസ്ട്രേലിയയിലുണ്ടായ വെടിവെപ്പ് ആക്രമണത്തെ അപലപിച്ച് ഒമാൻ ബൊട്ടാനിക് ഗാർഡൻ സന്ദർശകർക്കായി ഒരുങ്ങുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ജോർദനിലെത്തി. അമ്മാനിലെ വിമാനത്താവളത്തിൽ ജോർദൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ മോദിയെ സ്വീകരിച്ചു. ചൊവ്വാഴ്ച ജോർദനിൽ നിന്ന് ഇത്യോപ്യയിലേക്ക് തിരിക്കുന്ന മോദി ബുധനാഴ്ച ഇത്യോപ്യയിൽ നിന്ന് ഒമാനിലെത്തും. 3 രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഇന്ത്യ ജോർദൻ നയതന്ത്ര ബന്ധങ്ങളുടെ 75ാം വാർഷിക പശ്ചാത്തലത്തിലാണ് ജോർദൻ സന്ദർശനം. ഇത്യോപ്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി വിശദമായ ചർച്ചകൾ നടത്തും. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ബുധനാഴ്ചയാണ് ഒമാനിലെത്തുക. വ്യാഴാഴ്ച വരെ മോദി ഒമാനിൽ തുടരും. ഒമാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ 2ാം സന്ദർശനമാണിത്. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധങ്ങളുടെ 70ാം വാർഷികത്തോടൊപ്പം നടക്കുന്ന ഈ സന്ദർശനം 2023 ഡിസംബറിൽ ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചതിന്റെ തുടർച്ച കൂടിയാണ്. വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, കൃഷി, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സമഗ്രമായി അവലോകനം ചെയ്യുമെന്നും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ അഭിപ്രായ വിനിമയം നടത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബീച്ചിലുണ്ടായ വെടിവെപ്പ് ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. ആക്രമണത്തിൽ നിരപരാധികളായ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സൗഹൃദ രാജ്യമായ ഓസ്ട്രേലിയൻ സർക്കാരിനും ജനങ്ങൾക്കും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അനുശോചനവും ഐക്യദാർഢ്യവും അറിയിച്ചു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും മന്ത്രാലയം ആശംസിച്ചു. ഏതു പ്രേരണയിലായാലും എല്ലാ തരത്തിലുള്ള ആക്രമണവും ഭീകരവാദവും ശക്തമായി അപലപിക്കുന്നതായി ഒമാൻ നിലപാട് ആവർത്തിച്ചു. ഒമാനിലെ സസ്യജാല വൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥകളെയും അടുത്തറിയാൻ സഹായിക്കുന്ന ഒമാൻ ബൊട്ടാനിക് ഗാർഡൻ സന്ദർശകർക്കായി ഒരുങ്ങുന്നു. പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ബൊട്ടാനിക് ഗാർഡന്റെ ചുമതല മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്ക് പൈതൃക ടൂറിസം മന്ത്രാലയം കൈമാറി. മസ്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് ബൊട്ടാനിക്കൽ ഗാർഡന്റെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുക. മസ്കത്തിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ ഹജർ പർവ്വതനിരയിൽ 495 ഹെക്ടറിലായാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതോടനുബന്ധിച്ച് 55 ഹെക്ടറിൽ ഗാർഡനും ഒരുക്കിയിട്ടുണ്ട്. മസ്കറ്റ് വിലായത്ത് പരിധിയിലാണ് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. വിസ്തൃതിയുടെയും മറ്റ് അനുബന്ധ ഘടകങ്ങളുടെയും കാര്യത്തിൽ മേഖലയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡനുകളിൽ ഒന്നാണ് ഒമാൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിന്റെ ഭൂമിശാസ്ത്രപരവും സസ്യശാസ്ത്രപരവുമായ വൈവിധ്യത്തെ വിദ്യാഭ്യാസ വിനോദസഞ്ചാര ലക്ഷ്യങ്ങളുമായി ഏകോപിപ്പിച്ചാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. വടക്കൻ ഒമാനിലും മുസന്തം ഗവർണറേറ്റിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയിൽ വെള്ളക്കെട്ട് ഉയരാമെന്നും ഇത് മുസന്തം ഗവർണറേറ്റിലെ മിക്കയിടങ്ങളെയും കാര്യമായി ബാധിച്ചേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. മുസന്തമിൽ 20 മുതൽ 60 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് അധികൃതർ വിശദമാക്കി. പ്രദേശത്തെ വാദികൾ കവിഞ്ഞൊഴുകുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കും. ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും വാഹനം ഓടിക്കുന്നവരും കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കനത്ത മഴയ്ക്ക് പുറമെ 15 മുതൽ 35 നോട്ട് വരെ വേഗത്തിൽ കാറ്റ് വീശും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുസന്തം, ഒമാൻ കടൽ തീരങ്ങളിൽ 1.5 മുതൽ 2 മീറ്റർ വരെ തിരമാല ഉയരാനും സാധ്യതയുണ്ട്. ഞായറാഴ്ച മുതൽ മുസന്തമിലും വടക്കൻ ബാത്തിനയിലെ ഷിനാസിലും മഴ തുടരുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.